എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ചർച്ചകളും വിശേഷങ്ങളുമാണ്. ആര് ജയിക്കുമെന്നും ആര് ജയിക്കണമെന്നുമുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും പങ്കുവയ്ക്കുന്നു. ചിലരെങ്കിലും വോട്ട് ചെയ്യില്ലെന്നും പറയുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടർമാർ പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട്. മണ്ഡലത്തിലെ വോട്ടർമാർ ഇവിടുത്തെ ജയപരാജയ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ രാഘവേട്ടനാണ് ചാൻസ് കാണുന്നത്. കേന്ദ്ര മോദി സർക്കാർ, വേറെ ആര് വരാൻ? എന്നെ പൊളിയല്ലേ. കോഴിക്കോട് രാഘവനെ കവച്ചു വെക്കാൻ ആരുമില്ല കോഴിക്കോട്. ഇനിയും അടുത്ത ചിലപ്പോൾ രാഘവൻ തന്നെ വരും. എളമരം ജയിക്കാൻ ചാൻസ് ഉള്ളത് അട്ടിമറി ജയായിരിക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും. എൻ്റെ വോട്ട് വർദ്ധിക്കും. കാരണം കഴിഞ്ഞ സ്ഥാനാർത്ഥികളെ കുറച്ചുകൂടി ഏബിളാണ് ഇപ്പോൾ ഉള്ള സ്ഥാനം. നമ്മൾ വോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് കാര്യത്തിന് ചെന്നിട്ടുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. MK രാഘവൻ മണ്ഡലം നിലനിർത്തുമെന്ന് പറയുമ്പോഴും എളമരം കരീം അട്ടിമറി വിജയം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. കുറേ കാലമായി രാഘവനാണ് MP, പക്ഷേ അയാളെ കൊണ്ട് യാതൊരു പ്രയോജനമായിട്ടൊക്കെ ഒന്നും കണ്ടിട്ടില്ല. ഇനി എളമരം കരീമിനൊന്ന് പരീക്ഷിച്ച് നോക്കാന്നുള്ള. കോഴിക്കോട് MK രാഘവന് സാധ്യതയുണ്ട്. വികസന നായകനാണല്ലോ കോഴിക്കോട്. എളമരം കരീമിന് വിജയ സാധ്യതയാണ് കാണുന്നത്. MK രാഘവനെ അട്ടിമറിക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, ആ സാഹചര്യം കൊണ്ട് എളമരം കരീം നല്ലൊരു വിജയ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് ആര് ജയിക്കാനും മാർക്സിസ്റ്റ് ജയിക്കുന്നതുള്ളൂ. എളമരം കരീം ജയിക്കില്ല. ഇത്രയും കാര്യം ഒരു ചെയ്തിട്ട് എന്താ ഒരു നല്ല കാര്യം ചെയ്തവര് മാർക്സിസ്റ്റ് പാർട്ടി വരരുത് കേരളത്തിൽ. അതാണ് ഇതിനൊക്കെ രാഘവൻ ജയിക്കുള്ളൂ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, എന്നാലും പറയാണ് രാഘവൻ. ഉറപ്പല്ലേ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ അധികമാർക്കും സംശയമില്ല. ഭരണം കിട്ട പ്രധാനമന്ത്രി താമര തന്നെ പോകുന്ന പറയുന്ന ആദ്യത്തെ സാധ്യത. കുറേ അവർ പ്രവർത്തനങ്ങളെല്ലാം കുറേ കൂടി മുന്നോട്ടാണ്. അതിനെക്കൊണ്ട് അവർക്ക് തന്നെ കിട്ടുമെന്ന് പറയുന്നു പ്രധാനമന്ത്രി. കരുത്തിന സ്ഥാനാർത്ഥി ഒക്കെ തന്നെയാണ്. സ്ഥാനാർത്ഥി കരുത്തില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. NDA കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. ആര് ജയിച്ചാലും നമുക്ക് നല്ലത് കിട്ടിയാൽ മതി. നല്ല ഒരു വികസനവും കാര്യങ്ങളൊക്കെ വന്നാൽ മതി. മാറ്റം വേണമല്ലോ. മാറി മാറി പാർട്ടികൾ അധികാരത്തിൽ വരണമല്ലോ ആൾക്കാർക്ക്. നല്ല നാട് നന്നാവും. ഈ കണ്ടതൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണോ സംഭവിക്കുകയെന്നറിയാൻ വോട്ടെണ്ണുന്ന ദിനം വരെ കാത്തിരിക്കണം. ക്യാമറാമാൻ വിജു M. സായിക്കൊപ്പം ഗോകുൽ K. വേണുഗോപാൽ, ജനം, കോഴിക്കോട്.